ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. മലയാള സിനിമ വലിയ രീതിയിലുള്ള ഒരു പേസിൽ മുന്നോട്ട് കുതിക്കുകയാണ്. ഈ ഒരു ഓണക്കാലത്ത് 3 ചിത്രങ്ങൾ കളം നിറഞ്ഞാടുന്നു. മോഹൻലാൽ നായകനായി എത്തിയ ഹൃദയപൂർവ്വം, ദുൽഖറിൻ്റെ വേഫെയർ ഫിലിംസ് നിർമ്മിച്ച കല്യാണി പ്രിയദർശൻ 100 കോടി ക്ലബിലേക്ക് എത്തിയിരിക്കുന്ന ലോക ചാപ്റ്റർ 1, ഓടും കുതിര ചാടും കുതിര ഫഹദ് ഫാസിലിൻ്റെ ചിത്രം. ഈ 3 ചിത്രങ്ങൾ ഇന്ന് 6-ാം ദിനത്തിലേക്ക് കടക്കുന്നു. ഓടും കുതിര 5-ാം ദിനത്തിലുമാണ്. എങ്ങനെയുണ്ട് ബോക്സ് ഓഫീസിൽ ഇതിൻ്റെ പോക്ക് എന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണേലും ഒരു കാര്യം പറയാം, ബോക്സ് ഓഫീസിൽ കളം നിറഞ്ഞാടുന്നു 3 സിനിമകളും. നമുക്ക് ദുൽഖർ സൽമാൻ്റെ ലോകയിലേക്ക് കടന്നു ചെല്ലാം. ലോക മികച്ച രീതിയിലുള്ള ഒരു കളക്ഷനിലൂടെ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇതിനോടകം തന്നെ 6 ദിനത്തിലും സിനിമ റെക്കോർഡ് വേഗത്തിൽ കളക്ഷൻ കൂടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് 6-ാം ദിവസവും നമുക്ക് ഒരേ ഒരു കാര്യം തന്നെയാണ് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളൂ. വേറെ ഒന്നുമല്ല, ഇത് അമ്മാതിരി കൊടൂരമായിട്ടുള്ള കളക്ഷൻ നേടുന്നു എന്നുള്ളതാണ്. 1684 ഷോകളിൽ നിന്ന് 2,82,000 മുകളിലുള്ള ടിക്കറ്റുകൾ ഇതുവരെ വിറ്റുപോയപ്പോൾ 70% ഒരു വർക്കിംഗ് ഡേയിലെ, അതായത് മിഡ് വർക്കിംഗ് ഡേയിലെ ഓക്യുപ്പൻസിയായി നമുക്ക് കാണാൻ കഴിയുന്നത്. 4,63,00,000 രൂപയാണ് ഇതിനോടകം തന്നെ സിനിമയ്ക്ക് നേടിയത്. അതായത് ഇന്നും സിനിമ 5 കോടി 5.5 കോടിയോളം നേടുമെന്നുള്ളതാണ്. തിങ്കളാഴ്ച ഇന്നലെ ലഭിച്ചതും ഇതേപോലെ തന്നെയായിരുന്നു. ഇന്നലത്തേനേക്കാൾ കൂടുതൽ ഷോകൾ ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ ദിനങ്ങളിലും സിനിമയ്ക്ക് എക്സ്ട്രാ ഷോസും അഡീഷണൽ ഷോസും ആഡ് ചെയ്യപ്പെടുന്നു. 79% ഒക്യുപ്പൻസിയിൽ ഇന്നലെ സിനിമ നേടിയത് 5.5 കോടിക്ക് മുകളിലാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 30 കോടിക്ക് അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ഈ ഒരു സിനിമ എന്നുള്ളതാണ് ഹൈലൈറ്റായി നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് മാത്രമല്ല, ഇതിന് ഒരുപാട് അപ്ഡേറ്റ്സുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സിനിമ ഇന്ന് കൊണ്ട്, അതായത് 5 ദിനത്തെ കളക്ഷൻ തന്നെ 80 കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. 6-ാം ദിനത്തെ കളക്ഷനോടെ സിനിമ 93 കോടിയിലേക്ക് എത്തുമെന്നുള്ളതാണ് നമുക്ക് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. 7-ാം ദിനത്തോടെ സിനിമ 100 കോടി ടച്ച് ചെയ്യും. അതായത് നാളെ കൊണ്ട് 100 കോടിയിലേക്ക് ടച്ച് ചെയ്യും എന്നുള്ളത് തന്നെയാണ്. തെലുങ്കിലും തമിഴിലും കന്നഡയിലും എല്ലാം സിനിമ 5 കോടി മാർജിനിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് മറ്റ് രസകരമായിട്ടുള്ള ഒരു കാര്യം. അതായത് ഇതുവരെ ഒരു മലയാള സിനിമ ഒരേ സമയം ഇങ്ങനെ കുതിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഇത് വേൾഡ് വൈഡായിട്ട് എല്ലാ മേഖലയിലും ഈ സിനിമയെ ആളുകൾ വാനോളം പുകഴ്ത്തുകയും അത്രത്തോളം സൂപ്പറാണ് എന്നുള്ള രീതിയിലേക്ക് എത്തുകയും ചെയ്യുന്നു. അങ്ങനെ എത്തുകയും ചെയ്യുകയല്ല, അങ്ങനെയാണ് ഈ സിനിമ ഹിന്ദിയിൽ പ്രദർശനം ആരംഭിക്കുകയാണ് 4-ാം തീയതി. അതുകൂടി വരുമ്പോഴത്തേക്ക് പുതിയ റെക്കോർഡുകൾ തീർക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആദ്യ ദിനം വെറും 2 കോടി 68 ലക്ഷം രൂപയാണ് നേടിയതെങ്കിൽ 2-ാം ദിനം 3 കോടി 37 ലക്ഷത്തിലേക്ക് കുതിക്കുകയും 3-ാം ദിവസം 4 കോടി 90 ലക്ഷത്തിലേക്ക് എത്തിയ സിനിമ പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് 5 കോടിക്ക് മുകളിലും 6 കോടിയിലേക്കും ടച്ച് ചെയ്യുന്ന ലെവലിലേക്കുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്താണേലും ഇതൊരു റെക്കോർഡ് വേഗത്തിൽ പോവുകയാണ്. തെലുങ്കിലും തമിഴിലുമൊക്കെ എക്സ്ട്രാ ഷോസ് ആഡ് ചെയ്യുന്നു. ബാംഗ്ലൂർ പോലെയുള്ള നഗരങ്ങളിലും ലോക്കൽ ഗ്രാമങ്ങളിൽ പോലും സിനിമ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി മാറുന്നു. സിനിമ 150-200 കോടിക്ക് മുകളിലേക്ക് പോകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വരുന്ന ആഴ്ച തന്നെ സിനിമ 150 കോടി, അതായത് ഈ ഞായറാഴ്ചയ്ക്ക് മുമ്പ് സിനിമ 150 കോടി കടക്കുമെന്നുള്ളതാണ് ട്രേഡ് അനലിസ്റ്റുകൾക്ക് ഏറിയ പങ്കും പറയുന്നത്. ലോകയുടെ 4 ദിനത്തെ ഡീറ്റെയിൽഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ ഇപ്പോൾ ലഭ്യമായിരിക്കുന്നു. അതായത് 4 ദിനം കൊണ്ട് 66.5 കോടി നേടിയത്. അത് ടെറിട്ടറി വൈസ് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് 16 കോടി 35 ലക്ഷം രൂപയും, കർണാടകത്തിൽ നിന്ന് 3.25 കോടിയും, തമിഴ്നാട്ടിൽ നിന്ന് 3 കോടി 85 ലക്ഷം രൂപയും, ആന്ധ്രാപ്രദേശ് തെലങ്കാനയിൽ നിന്ന് 3 കോടി 45 ലക്ഷം രൂപയുമാണ് 4 ദിനം കൊണ്ട് തന്നെ സിനിമ നേടിയത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1.5 കോടിയോടെ ഇന്ത്യൻ ടോട്ടൽ 29 കോടിയാണ് നേടിയതെങ്കിൽ GCCയിൽ റെക്കോർഡ് ഇടുന്ന കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. USA കാനഡയിൽ നിന്ന് $604K നേടിയപ്പോൾ UK അയർലാൻഡിൽ നിന്ന് $452 ലഭിച്ചിരിക്കുന്നത്. GCCയിൽ നിന്ന് 3 മില്യൺ തൂക്കിയ സിനിമ ഓസ്ട്രേലിയയിൽ നിന്ന് $151K, റെസ്റ്റ് ഓഫ് വേൾഡിൽ നിന്ന് $97K. ന്യൂസിലാൻഡിൽ സിനിമ പ്രദർശനം ആരംഭിച്ചിരിക്കുകയാണ്. അതായത് ഓവർസീസിൽ നിന്നും മാത്രമായിട്ട് സിനിമ 4 കോടി 30 ലക്ഷം രൂപ, ഡോളറായിരുന്നു നേടിയത്. 37 കോടി 90 ലക്ഷം രൂപയാണ് നേടിയതായി 4 ദിനത്തെ കളക്ഷനായി വന്നത്. അതായത് ഈ 6-ാം ദിനം കൊണ്ട് ഓവർസീസിൽ നിന്ന് സിനിമ 50 കോടി കടന്നിരിക്കുന്നു. ഇന്ത്യൻ കളക്ഷൻ 40 കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. ടോട്ടലായിട്ട് സിനിമ 97
303 കോടിയിലേക്ക് എത്തുന്നു ഇന്നുകൊണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പുറത്ത് വരുന്നത്. 6 ദിവസം കൊണ്ട് 66.5 കോടി നേടിയ ഈ ഒരു സിനിമ അതിൻ്റെ താണ്ഡവം ആടിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇനി നമുക്ക് മോഹൻലാൽ നായകനായി എത്തിയ ചിത്രത്തിൻ്റെ വാർത്താനങ്ങളിലേക്ക് വരാം. ഇവിടെ ഹൃദയപൂർവ്വം മികച്ച രീതിയിലുള്ള കളക്ഷനാണ് പോകുന്നത്. 1026 ഷോകളിൽ നിന്ന് 77,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ ഇന്ന് വിറ്റുപോയപ്പോൾ 28% ഒക്യുപ്പൻസിയിൽ 1,28,00,000 രൂപയാണ് വന്നത്. അതായത് ഇന്നും സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 2 കോടി നേടുന്നു എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ 15 കോടി കടന്ന സിനിമ 17 കോടിയിലേക്ക് കേരള ബോക്സ് ഓഫീസിലേക്ക് എത്തുകയും വേൾഡ് വൈഡായിട്ട് സിനിമ 39 കോടിയിൽ നിന്ന് 42 കോടിയിലേക്ക് എത്തുകയും ചെയ്യുമെന്നുള്ളതാണ് പുറത്ത് വരുന്ന റിപ്പോർട്ടുകൾ. എന്താണേലും ഫാമിലി പ്രേക്ഷകരെ ഏറെ അട്രാക്റ്റ് ചെയ്ത ഈ ഒരു സിനിമ ഇന്ന് തരംഗം സൃഷ്ടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു. ഓടും കുതിര ചാടും കുതിര എന്ന ചിത്രം സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ തന്നെയാണ് റണ്ണിങ് നടത്തുന്നത്. ഇന്ന് 323 ഷോകളിൽ നിന്ന് 5,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ സിനിമ 8 ലക്ഷം രൂപയാണ് ട്രാക്ഡ് കളക്ഷൻ. അതായത് 12-13 ലക്ഷം രൂപ സിനിമയ്ക്ക് നേടാൻ കഴിയുന്നു. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 1,75,00,000 കടന്നിരിക്കുന്നു. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 3.5-4 കോടിയിലേക്കും എത്തുന്നു. എന്താണേലും വലിയ വിജയമായില്ലെങ്കിൽ പോലും സാമാന്യം തെറ്റില്ലാത്ത കളക്ഷനുമായി ഓടും കുതിരയും മുന്നോട്ട് കുതിക്കുക തന്നെയാണ്. ഫഹദ് ഫാസിലിൻ്റെ ഈ ഒരു സിനിമ പ്രതീക്ഷിച്ച രീതിയിൽ പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിലും അങ്ങനെ കുതിച്ച് ഓണ സീസണിൽ മുന്നോട്ട് പോവുക തന്നെയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തണം.